ഹായ് ഗൈസ്, എന്നാ ഉണ്ട്? വെൽക്കം ടു അലമാര. 2023 ജൂലൈയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന പല പ്രോഗ്രാമുകളായിട്ടും കൺഫർമേഷൻ ഒക്കെ കിട്ടിയിരിക്കുന്ന പല വിദ്യാർത്ഥികളുമായിരിക്കും നിങ്ങൾക്കൊരു കോമൺ ആയിട്ട് സംശയമാണ്, എനിക്ക് അഡ്മിഷൻ കൺഫർമേഷൻ കിട്ടി, ID കാർഡ് ഡൗൺലോഡ് ചെയ്തു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കോമൺ ആയിട്ടുള്ള സംശയം. അപ്പൊ ഈ ഒരു സംശയത്തിന് വളരെ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ തരാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ആദ്യം തന്നെ അഡ്മിഷൻ എടുത്ത് കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞ ശേഷം ഡൗൺലോഡ് ചെയ്യേണ്ടത് ID കാർഡാണ്. യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന അതേ പോർട്ടലിൽ നിങ്ങൾ അഡ്മിഷൻ ID കാർഡ് ഡൗൺലോഡ് ചെയ്യണം. അലമാര വഴി അഡ്മിഷൻ എടുത്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ID കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ച് തന്നിട്ടുണ്ടാവും നമ്മുടെ ടീം. നിങ്ങൾക്ക് പലർക്കായി കിട്ടി തുടങ്ങിയിട്ടും ഉണ്ടാവും. ഇപ്പൊ ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രോഗ്രാം നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത് ഡിലേ ആകും. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നതിനെ കുറിച്ചിട്ട് 2 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് മുൻപിലുള്ളത്. ഒന്നാമത്തെ കാര്യം, തനിയെ നിങ്ങൾക്ക് ഒരു റിസർച്ച് ചെയ്യാം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ക്രോഡീകരിക്കണം എന്നൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കാം. ഗൈഡൻസിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം നമ്മൾ എൻറോൾ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റഡി സെന്ററിൽ ഒരു ഇൻഡക്ഷൻ മീറ്റിംഗ് നടക്കും. ഇൻഡക്ഷൻ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇഗ്നോർ, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ്, സ്വന്തമായിട്ട് കുറെ പഠിക്കാനുണ്ട്, അതെങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണം ഒക്കെയുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടൊരു ചെറിയ ഒരു മീറ്റിംഗ് നൽകുന്നതാണ് ഇൻഡക്ഷൻ മീറ്റിംഗ്. ആ ഇൻഡക്ഷൻ മീറ്റിംഗിന് പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഈ വീഡിയോ യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് സാധാരണഗതിയിൽ ഇൻഡക്ഷൻ മീറ്റിംഗിന് ശേഷം ചില സ്റ്റഡി സെന്റേഴ്സ് നടത്താറുണ്ട്, വാട്സപ്പിലും ടെലിഗ്രാമിലും ഒക്കെ. ഇൻ കേസ് അതിലും ജോയിൻ ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അലമാരയ്ക്ക് ഏകദേശം 30ഓളം ടെലിഗ്രാം ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. പല പ്രോഗ്രാം, MBA, MCOM, BCOM, BSc, MSc, അങ്ങനെ പല പ്രോഗ്രാമുകളായിട്ട് നിങ്ങൾക്കുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്ക് വഴി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പിയർ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കും. നമ്മളുമായിട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ സാധിക്കും. കോഴ്സ് ബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അസൈൻമെന്റ് പ്രിപ്പറേഷൻ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാൻ സാധിക്കും. കോമൺലി നിങ്ങൾക്ക് വരുന്ന സംശയമാണ്, ഞങ്ങൾ അഡ്മിഷൻ എടുത്തു, എന്നാണ് ഇനി എക്സാം എഴുതുന്നത്? അത് 2 രീതിയിലാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ രീതി, സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ. സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെമസ്റ്റർ വൈസ് കോമൺലി വരുന്ന പ്രോഗ്രാം MBA, MCOM, BCA, MCA പ്രോഗ്രാം തുടങ്ങിയ പ്രോഗ്രാമാണ് സെമസ്റ്റർ വൈസ് വരുന്നത്. നമ്മൾ ഇയർലി ഫീസ് അടയ്ക്കുന്നു, നമുക്ക് 6 മാസം കൂടുമ്പോൾ അതിന്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ കുറേയധികം MA പ്രോഗ്രാമുകൾ കൂടി സെമ്മിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെമസ്റ്ററിൽ എക്സാം എഴുതുമ്പോൾ പ്രധാനമായിട്ടും വെല്ലുവിളി നേരിടുന്നതെന്ന് പറയുന്നത് ടൈംലി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടണം. ജൂലൈ അഡ്മിഷൻ ഒക്ടോബർ 20 വരെ നമുക്ക് എക്സ്റ്റൻഷനോട് കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സെമസ്റ്ററിൽ എഴുതാൻ സാധിക്കുന്നു വരില്ല. അപ്പോൾ അങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇയർലി എക്സാം എഴുതാനും ഓപ്ഷൻസ് ഉണ്ട്. അതായത് പ്യുവർലി സെമസ്റ്റർ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇയർലിയും നിങ്ങൾക്ക് എക്സാം എഴുതാം. അതിനും നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഇയർലി ഫീസ് അടയ്ക്കുന്ന പ്രോഗ്രാമുകളുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ സെമ്മിൽ തന്നെ പേയ്മെന്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളുണ്ട്. BCA പ്രോഗ്രാം, നമുക്ക് MCA പ്രോഗ്രാം, MBA പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഒക്കെ പ്യുവർലി സെമ്മിൽ തന്നെയാണ് ഫീസ് പേയ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സെമ്മിൽ തന്നെ എക്സാം എഴുതേണ്ട ആവശ്യം വരും. അത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഓരോ സെമ്മിലും ഒത്തിരിയധികം പേപ്പറുകൾ എക്സാം എഴുതണം. രണ്ടാമത്തെ പ്രശ്നം, സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾ അടുത്ത സെമ്മിന്റെ ഫീസ് അടയ്ക്കണം, അടുത്ത സെമ്മിന് വേണ്ടി വീണ്ടും പഠിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ മുമ്പിലുണ്ട്. ഇതിനൊക്കെ സൊല്യൂഷനാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. അവിടെ കൃത്യമായ അപ്ഡേറ്റുകളും കോഴ്സ് സംബന്ധമായിട്ട് എന്തൊക്കെ ചെയ്യണം, എപ്പോൾ രജിസ്റ്റർ ചെയ്യണം, എപ്പോൾ എക്സാമിന് അറ്റൻഡ് ചെയ്യണം, ഏത് അസൈൻമെന്റ് ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് റിയൽ ടൈമിൽ സോൾവ് ചെയ്യാൻ നമ്മുടെ എക്സ്പേർട്ട് പാനൽ അവിടെ അവൈലബിൾ ആണ്, നിങ്ങളെ ഗൈഡ് ചെയ്യാനും. പിന്നെ നിങ്ങൾക്ക് അടുത്തൊരു സംശയമായിരിക്കും, അസൈൻമെന്റ് എന്ന് പറയുന്നുണ്ട്, എന്താണ് ഈ സാധനം? അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമിന് മുൻപായിട്ട് യൂണിവേഴ്സിറ്റി പുറത്തിറക്കുന്ന ഒരു ഡെമോ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വിളിക്കാം. ഇത് എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം കൃത്യമായിട്ട് അസൈൻമെന്റ് സബ്മിഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് സബ്മിഷൻ ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. കാരണം ഓരോ അസൈൻമെന്റിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ടെക്സ്റ്റ് ബുക്കിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി എടുത്തിരിക്കുന്നത്. അതിന് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് തറവായിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. നിങ്ങൾക്ക് എക്സാമിന് പോകുന്ന സമയത്ത് വളരെയധികം ഫലപ്രദമായിരിക്കും. മാത്രമല്ല അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നിന്നും ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കാനും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനും സാധിക്കുന്നതുമായിരിക്കും. ഇയർലി വരുന്ന പ്രോഗ്രാമുകൾ ഏതൊക്കെയെന്ന് നോക്കാം. കോമൺലി വരുന്ന BA, BSc പ്രോഗ്രാം, BCOM പ്രോഗ്രാം, ഇതൊക്കെ ഇയർലി പ്രോഗ്രാമാണ്. BAGയും ഇയർലി പ്രോഗ്രാമാണ്. പക്ഷേ സെമസ്റ്ററിലായിരിക്കും സബ്ജക്റ്റുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്.
അതിനർത്ഥം മേൽപ്പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് സെമ്മിലും ഇയറിലും എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെമ്മിൽ എഴുതണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നേരത്തെ കിട്ടണം. ഇയറിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും ഒരുമിച്ച് എഴുതണം. ഈ രണ്ട് ഓപ്ഷനും നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് ആസ് എ സ്റ്റുഡന്റ് ഏതാണോ കൺവീനിയന്റ് അതനുസരിച്ച് ചെയ്യാം. പ്രോഗ്രാമിന് പല രീതിയിലുണ്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. പല ഡ്യൂറേഷൻ ഉള്ളതുണ്ട്. അതായത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ 6 മാസം മുതൽ ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം 5 വർഷം വരെയുള്ള പ്രോഗ്രാമുകളുണ്ട്. മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം 2 വർഷം, മാക്സിമം 4 വർഷം. കോഴ്സുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾ ഫിസിക്കലി എങ്ങും തന്നെ പോകേണ്ട കാര്യമില്ല. ഇമെയിൽ ത്രൂ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം യൂണിവേഴ്സിറ്റിയുമായിട്ട്. അതിന് വേണ്ടിയിരിക്കുന്ന സപ്പോർട്ടിംഗ് ഇമെയിൽ IDs ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇല്ല നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് നിങ്ങളുടെ കോഴ്സ് ഡിസ്പാച്ചിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഡെലിവറി ആയതിനെ കുറിച്ചിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾ എങ്ങും പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റഡി റീജിയണൽ സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ആ ക്ലാരിഫിക്കേഷൻസ് അവിടുന്ന് എടുക്കാൻ സാധിക്കും. ഇൻ കേസ് അവിടെ ഫോൺ എടുത്തില്ല എങ്കിൽ നമ്മുടെ ടീം അവൈലബിൾ ആയിരിക്കും. കോൾ മീ ഫോർ ആപ്പ് ത്രൂ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയ മീറ്റിംഗ് ഒക്കെ എടുത്ത് ഒന്നും പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഏകദേശം ഇത്രയും ഒക്കെ തന്നെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ചില പ്രോഗ്രാമുകൾക്ക് പ്രൊജക്റ്റ് ഉണ്ട്. അതായത് MBA പ്രോഗ്രാം, MCA പ്രോഗ്രാം, MCOM പ്രോഗ്രാം, ഇതിനൊക്കെ പ്രൊജക്റ്റ് ഒരു അവിഭാജ്യ ഘടകമായിട്ട് വരുന്നുണ്ട്. ആ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഒരു ഗൈഡിന്റെ കീഴിലാണ്. ആ ഗൈഡിന്റെ മുൻപോട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്നും ഒക്കെ ഗൈഡ് സാധാരണ പറഞ്ഞു തരാറുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഒരു ഇൻഡക്ഷൻ മീറ്റിംഗ് എന്ന് പറയാനുള്ളത്. കോഴ്സുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് അവിടുന്ന് കംപ്ലീറ്റ് ഇൻഫർമേഷൻ എടുക്കാൻ സാധിക്കും. ഏത് സമയത്ത് നിങ്ങൾ മെസ്സേജ് ഇട്ടാലും നമ്മുടെ ഓഫീസ് വർക്കിംഗ് ടൈമിൽ അതിന് കൃത്യമായ റെസ്പോൺസും അതിന് കൃത്യമായിട്ട് ഉത്തരം നൽകാനും നമ്മുടെ ടീം ഡെഡിക്കേറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. നമ്മുടെ ഓഫീസ് കോട്ടയം MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് വന്ന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ കോട്ടയവും പരിസരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ്ലി വരാം. നമ്മുടെ ടീമിനെ അവിടെ മീറ്റ് ചെയ്യാൻ സാധിക്കും. കോമൺലി ഉള്ള കുറേയധികം ഹെൽപ്പുകളൊക്കെ നമുക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അഡ്മിഷൻ നമ്മൾ വഴി ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ സൈഡിൽ നിന്ന് ID കാർഡ് പ്രിന്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് മറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിനോട് കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. കിട്ടാത്തവർക്ക് വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കിട്ടുന്നതായിരിക്കും. സോ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, അത് കോഴ്സ് പഠിക്കുന്നതായിക്കോട്ടെ, നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിഷൻ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തിക്കോളൂ. തീർച്ചയായിട്ടും ഏറ്റവും ഉചിതമായ റെസ്പോൺസ് തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. മുൻപോട്ടുള്ള നിങ്ങളുടെ ഇഗ്നോ യാത്രയിൽ ഒരു നല്ല സഹപാഠിയായി, നല്ല സുഹൃത്തായി, ഒരു നല്ല മെൻറ്ററായിട്ട് നിങ്ങൾക്ക് കുറേയധികം ഇൻഫർമേഷൻസും കുറേയധികം അപ്ഡേറ്റുകളും മുമ്പോട്ടുള്ള നമ്മുടെ കുറേയധികം കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.